ഫസ്റ്റ് സ്ട്രിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ്റെ ഉറ്റമിത്രമായിരുന്നു മണി. അത്രയൊന്നും വിദ്യാസമ്പന്നൻ അല്ലായിരുന്ന മണിക്ക് അറിവിൻ്റെ പുത്തൻ സങ്കേതമായ ഫസ്റ്റ് സ്ട്രിങ്ങിനോട് എന്നും മമതയായിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു യൂറോപ്പിലെ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ മണിമുഴക്കത്തിൻ്റെ സ്റ്റേജ് ഷോകളിൽ മുഴങ്ങിക്കേട്ട മണിമുത്തകൾ. ഫസ്റ്റ് സ്ട്രിംഗ് മണിമുഴക്കത്തിൽ യൂറോപ്പിലെ ഓരോ നിമിഷവും അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു. സൗഹൃദങ്ങളിലൂടെയും കലാപരിപാടികളിലൂടെയും അദ്ദേഹം ഒരു തരംഗമായി മാറുകയായിരുന്നു. സാധാരണക്കാരനായ ഒരു ഓട്ടോ ഡ്രൈവറിൽ നിന്നും സംസ്ഥാന ദേശീയ പുരസ്കാര നിറവിലേക്കെത്തിയ ജനകീയനായ നടൻ, ഉയർച്ചയുടെ ഓരോ പടവുകൾ ചവിട്ടിക്കേറുമ്പോഴും എളിമ കാത്തു സൂക്ഷിച്ച, ഓർമ്മയുടെ പുന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കി തൻ്റെ ഭൂതകാലത്തെ കയ്പുകളും കഷ്ടതകളെയും കുറിച്ചോർത്ത് അവയെക്കുറിച്ച് സംസാരിച്ച ഒരു സാധാരണ വയറിനു വേണ്ടി ഒരുപാട് അതിലേറെ സഹിച്ചു ഒരു നാളൊരു പാവം പയ്യൻ നമ്മുടെ നാട്ടിൽ പല കോമഡി നമ്പരു കാട്ടി പലരെയും കയ്യിലെടുത്തു പടിപടിയായി പയ്യനുമെത്തി കലാഭവനിൽ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. ഈ കറുമ്പനാളൊരു കുറുമ്പനാണ്, അത് പറയുവാൻ എനിക്ക് മടിയില്ല. അത് പാട്ടും എവിടെയും പാട്ടുകളായി ഞാനുള്ള കാലം വരെയും. മുത്തുമണി ഞാൻ ചാലക്കുടിയുടെ ചിന്നമണി ഞാൻ. ഹലോ, ഒരു നമസ്കാരമുണ്ട്. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. എന്റെ പേര് കാട്ടിപ്പള്ളി പപ്പന്ന. അന്നടിക്കേണ്ട സല്യൂട്ടിന്റെ ഒരു റിഹേഴ്സൽ മാത്രമേ നീ ഇപ്പൊ ചെയ്തോളൂ. ഒറ്റയ്ക്കോടി ജയിച്ച് ഇവിടം വരെ എത്തിയ എന്റെ നെഞ്ചത്തേക്ക് ഇരട്ടക്കോയില് തോക്കി ചൂണ്ടി ഉന്നം പിടിക്കാൻ ഇത്രയും കാലം നീ കൊണ്ട ഇളം വെയിലും ഉണ്ട പുത്തിരി ചോറും പോരാ. അടിപൊളി. ആ പറഞ്ഞു നിരാധന. പുതുനാടൻ പാട്ടുകൾ പാടി പുതുമോടൽ ചിരിയും കൊണ്ടേ പുതുതാരമുയർന്നു കഴിഞ്ഞേ കേരള നാട്ടിൽ. മലയാള സിനിമയിലൂടെ മറുഭാഷാ സിനിമയിലെത്തി മണിയങ്ങനെ വെള്ളിത്തിരയിൽ സൂപ്പർ നടനായി. ആ കഥന്റെ കഥകളൊരു പാടുന്നു, അത് പറയുവാൻ എനിക്ക് മടിയില്ല. അത് പറയും എവിടെയും അനുഭവമായി ഞാനുള്ള കാലമെന്നും. ചാലക്കുടിക്കാരൻ്റെ ചങ്ങാത്ത വലയത്തിൽ എന്നും ഈ മണിമുഴക്കമുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ താരജാടകളില്ലാത്ത ഈ പ്രതിഭയെ നെഞ്ചേറ്റുന്നത് മലയാളം തെല്ലസൂയയോടെ കണ്ടു. നാം മറന്നു തുടങ്ങിയ നാടൻ പാട്ടിനെ തൻ്റേതായ ശൈലികളിലൂടെ അവതരിപ്പിച്ച് പാടിയ മണി അഗാധ ഗർത്തത്തിലേക്ക് ആണ്ടുപോയ നാട്ടറിവും നാടൻ മൊഴികളും തിരികെ എത്തിക്കുകയായിരുന്നു. അതിന് അദ്ദേഹം പേരിട്ട് വിളിച്ചു കറുത്ത മണിയുടെ വെളുത്ത പാട്ടെന്ന്. ചമയങ്ങളും ചായക്കൂട്ടുകളും കൃത്രിമത്വവും നിറയുന്ന പൊങ്ങുപറച്ചിലുകൾക്കിടയിൽ മനസ്സിൻ്റെ ആഴത്തിൽ അമർന്നുപോയ അനുഭവജ്വാലകൾ കൊണ്ട് അദ്ദേഹം പാടി. കണ്ണീരോടെ ശ്രോതാക്കൾ അതേറ്റുപാടി. തുടക്കം മിമിക്രി വേദിയിൽ നിന്നായതുകൊണ്ട് തന്നെ
ഏത് വേഷപ്പകർച്ചയും അദ്ദേഹത്തിന് അനായാസം വഴങ്ങുമായിരുന്നു. കഷ്ടപ്പാടുകളെ കരുത്തോടെ തൻ്റെ സ്വന്തം കലകൊണ്ട് അതിജീവിച്ചു നമ്മുടെ മണി.